Hi friends, welcome back to Vachi Online Teaching. Today we are going to discuss about the new syllabus of class 11th biology. നമുക്കറിയാം ഈ കറണ്ട് COVID-19 സിറ്റുവേഷൻ കാരണം ക്ലാസ് 9th തൊട്ട് 12th വരെയുള്ള പോർഷൻസ് CBSEയുടെ പോർഷൻസ് 30% റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് ഡിലീറ്റ് ചെയ്ത ടോപ്പിക്സ്, ഇമ്പോർട്ടൻറ്റ് ബുക്സ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത്, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കും മുൻപ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു ദ ചാനൽ വാച്ചി ഓൺലൈൻ ടീച്ചിങ് ആൻഡ് ഓൾസോ ക്ലിക്ക് ഓൺ ദ ബെൽ ഐക്കൺ. അപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ജൂലൈ 7th ഈ ഡിക്ലറേഷൻ വന്നത് ഫ്രം HRD മിനിസ്ട്രി ദാറ്റ് ഇപ്പോൾ ഓൺലൈൻ ലേണിംഗ് ആയത് കാരണം ആണ് 30% റിഡക്ഷൻ ഉണ്ട് സിലബസിനകത്ത് ഉണ്ടായത്. ഓക്കെ, സോ പക്ഷെ കോർ കോൺസെപ്റ്റ്സ് എല്ലാം നിങ്ങളുടെ 11th 12th വേണ്ട കോർ കോൺസെപ്റ്റ്സ് എല്ലാം റീറ്റെയിൻ ചെയ്തുകൊണ്ടാണ് സിലബസ് റിവൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ബേസിക് ജനറൽ ഒരു സ്ട്രക്ചർ. ഫസ്റ്റ് യൂണിറ്റ് നമ്മുടെ 11th ബയോളജിയിൽ 5 യൂണിറ്റ്സ് ആണ് മെയിൻലി ഉള്ളത്. 22 ചാപ്റ്റേഴ്സ് ആൻഡ് 5 യൂണിറ്റ്സ്. 22 ചാപ്റ്റേഴ്സ് 5 യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിറ്റി ഓഫ് ലിവിങ് ഓർഗാനിസം. സെക്കൻഡ് വൺ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. തേർഡ് സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. Fourth is plant physiology. Fifth one is human physiology. Okay, so ഈ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് പഴയ സ്കീം പ്രകാരം 12 മാർക്സിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പക്ഷേ റിവൈസ് ചെയ്തതിൽ 15 മാർക്സിന് ക്വസ്റ്റ്യൻ ഉണ്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന്, ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന്. ഓക്കെ, സെക്കൻഡ് യൂണിറ്റിൽ നിന്ന് 12 മാർക്സ് ഉണ്ടായിരുന്നു ഓൾഡ് സിലബസിൽ. പക്ഷേ ഇപ്പം സെക്കൻഡ് യൂണിറ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 8 മാർക്സ് ക്വസ്റ്റ്യൻസേ ആ യൂണിറ്റിൽ നിന്നുള്ളൂ. Third unit is cell structure and function. It was also for 12 marks previously, but now it is 15 marks. Then plant physiology was 17 marks. Now it is reduced to 15 marks. Then human physiology, it was 17 marks. That is retained as such 17 marks. Okay, so ഇതാണ് പുതിയ ഓരോ യൂണിറ്റിൽ നിന്നും വരുന്ന എത്ര മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത് എന്നുള്ളതിൻ്റെ പുതിയ സ്കീം ഇതാണ്. ഓക്കെ, സോ സെക്കൻഡ് യൂണിറ്റിലാണ് ഒരു മേജർ ചേഞ്ച് വന്നിട്ടുള്ളത്. ഓക്കെ, നൗ ഓരോ യൂണിറ്റും ഡീറ്റെയിൽ ആയിട്ട് കാണാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ ഡൈവേഴ്സിറ്റി ഓഫ് ലിവിങ് ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ളത് ഓൾഡ് സിലബസ് ആണ്, റൈറ്റ് സൈഡിലുള്ളതാണ് ന്യൂ സിലബസ്. ഓക്കെ, അപ്പോൾ ലിവിങ് വേൾഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് ജസ്റ്റ് ബേസിക്സ് മാത്രമേ നമുക്കിപ്പോൾ പഠിക്കാനുള്ളൂ. എന്താണ് വാട്ട് ഈസ് ലിവിങ് വേൾഡ്, ദെൻ വാട്ട് ഈസ് ബയോഡൈവേഴ്സിറ്റി, വാട്ട് ഈസ് ക്ലാസിഫിക്കേഷൻ, നീഡ് ഫോർ ക്ലാസിഫിക്കേഷൻ, സ്പീഷീസ് കോൺസെപ്റ്റ്, ടാക്സോണമിക്കൽ ഹെറാർക്കി ആൻഡ് ബയോണോമിയൽ നോമൻക്ലേച്ചർ. ഇത്രേ പഠിക്കാനുള്ളൂ. മറ്റ് ടാക്സോണമി സ്റ്റഡീസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് സ്റ്റഡി ഓഫ് ടാക്സോണമി, ടൂൾസ് ഫോർ ടാക്സോണമി സ്റ്റഡി, അതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ദ ന്യൂ സിലബസ്. സെക്കൻഡ് ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നുണ്ട്. ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് കിങ്ഡം മൊണീറ, പ്രോട്ടിസ്റ്റ ആൻഡ് ഫംഗൈ. ഓക്കെ, അതിൻ്റെ കൂടെ ലൈക്കൻസ്, വൈറസസ് ആൻഡ് വൈറോയിഡ്സ് ഒരു സ്മോൾ ടോപ്പിക്സ് അതും ഉണ്ട്. അത് ചേഞ്ചസ് ഒന്നുമില്ല, അതുപോലെ തന്നെ ഉണ്ട് പുതിയ സിലബസിലും. തേർഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് കിങ്ഡം ആണ്. പ്ലാന്റ് കിങ്ഡത്തിൽ പ്ലാന്റ് കിങ്ഡം 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ 4th കിങ്ഡമായ പ്ലാന്റ് കിങ്ഡത്തിൻ്റെ ഫീച്ചേഴ്സ്, അത് ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട്, ആൻജിയോസ്പേംസും ഉണ്ടായിരുന്നു ഓൾഡ് സിലബസിൽ. പക്ഷേ ഈ ന്യൂ സിലബസ് പ്രകാരം ജിംനോസ്പേംസ് വരെ പഠിച്ചാൽ മതി, ആൻജിയോസ്പേംസിൻ്റെ ഡീറ്റെയിൽ സ്റ്റഡി ഇല്ല. ഓക്കെ, ദെൻ 4th ചാപ്റ്റർ ഇസ് ആനിമൽ കിങ്ഡം. അത് പറഞ്ഞ പോലെ ബേസിക് ഫീച്ചേഴ്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ആനിമൽസ്, പിന്നെ നോൺ കോർഡേറ്റ്സ് ആൻഡ് കോർഡേറ്റ്സിൻ്റെ ഫൈലം ലെവൽ ക്ലാസിഫിക്കേഷൻ, ഫൈലം ആൻഡ് ക്ലാസ് ലെവൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട് പഠിക്കാനായിട്ട്. അതിൽ പക്ഷേ ലൈവ് ആനിമൽ സ്പെസിമെൻസും അതൊന്നും നമുക്ക് പഠിക്കാനില്ല. ഓക്കെ, പിന്നെ ഇതിനകത്ത് അത്രയേ ഉള്ളൂ. അതിൽ അത്രയും ചേഞ്ചസ് ഒന്നും റിവൈസ്ഡ് സിലബസിനകത്ത് ഇല്ല. ഓക്കെ, ഇതൊക്കെയാണ് ഫസ്റ്റ് യൂണിറ്റിൽ. ഓക്കെ, സോ ഫസ്റ്റ് യൂണിറ്റിലെ കണ്ടൻറ്റ് കുറച്ച് റെഡ്യൂസ്ഡ് ആണ്. ഓക്കെ, പക്ഷെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ
ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ചാപ്റ്റർ 2, ചാപ്റ്റർ 3 ആൻഡ് ചാപ്റ്റർ 4 കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. ഓക്കെ, നൗ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഇതിൽ 3 ചാപ്റ്റർ ഉണ്ടായിരുന്നു ഓൾഡ് സിലബസിനകത്ത്. പക്ഷേ റിവൈസ്ഡ് സിലബസിനകത്ത് ചാപ്റ്റർ 5ഉം 7ഉം മാത്രമേ ഉള്ളൂ. ചാപ്റ്റർ 6 ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ ചാപ്റ്റർ 5 മോർഫോളജി ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സിനകത്ത് നമുക്ക് റൂട്ട്, സ്റ്റെമ്മ്, ലീഫ് അതിനൊക്കെ സ്ട്രക്ചർ പഠിക്കാനുണ്ടായിരുന്നു. പക്ഷേ റിവൈസ്ഡ് സിലബസിനകത്ത് മോർഫോളജി ഓഫ് ഇൻഫ്ലോറസൻസ് ആൻഡ് ഫ്ലവർ മാത്രമേ പഠിക്കാനുള്ളൂ. പിന്നെ ഡീറ്റെയിൽഡ് സ്റ്റഡി ആയിട്ട് ഏതെങ്കിലും ഒരു ഫാമിലി, അതായത് പ്രാക്ടിക്കൽ സിലബസിനകത്ത് ഏതാണ് റെലവൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഫാമിലി എന്ന് വെച്ചാൽ ഐദർ സൊളാനേസി ഓർ ലിലിയേസി, അത് ഏതെങ്കിലും ഒരു ഫാമിലി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളൂ. പക്ഷേ പ്രീവിയസ് സിലബസിനകത്ത് 3 ഫാമിലി പഠിക്കാനുണ്ടായിരുന്നു. പ്ലസ് മോർഫോളജി, സ്ട്രക്ചർ ഓഫ് റൂട്ട്, സ്റ്റെം, ലീഫ് ഒക്കെ, ഫ്രൂട്ട്, സീഡ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നുമില്ല, ഓൺലി ഇൻഫ്ലോറസൻസ് ആൻഡ് ഫ്ലവർ മാത്രമേ റിവൈസ്ഡ് സിലബസിനകത്ത് ഉള്ളൂ. ഓക്കെ, പിന്നെ ചാപ്റ്റർ 6 ആസ് സച്ച് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ 7നകത്ത് റിവൈസ്ഡ് സിലബസിൽ ഓൺലി ആനിമൽ ടിഷ്യൂസ് പഠിക്കാനുള്ളൂ. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് അനാട്ടമി, ഫങ്ഷൻസ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഓൾസോ ഇത് കോക്രോച്ചിൻ്റെ അനാട്ടമി പഠിക്കാനുണ്ടായിരുന്നു, അതും ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, സ്ട്രക്ചർ ഓഫ് കോക്രോച്ച് അതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് റിവൈസ്ഡ് സിലബസിനകത്ത്. ഓക്കെ, സോ യൂണിറ്റ് 2ലാണ് ഒരു മേജർ റിഡക്ഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി യൂണിറ്റ് 3ലേക്ക് പോവുകയാണെങ്കിൽ ദി ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്, അത് ചാപ്റ്റർ 8, ചാപ്റ്റർ 9 ആൻഡ് ചാപ്റ്റർ 10 ആണ്. അതിൽ മേജർ ചേഞ്ച് വന്നിരിക്കുന്ന ചാപ്റ്റർ 8ലാണ്. ചാപ്റ്റർ 9ഉം 10ഉം ആസ് സച്ച് എല്ലാം നമുക്ക് അതേപോലെ പഠിക്കാനുണ്ട്. ചാപ്റ്റർ 8ൽ വരുന്നത് സെൽ തിയറി, വാട്ട് ഈസ് സെൽ, സെൽ സ്ട്രക്ചർ, ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോകാരിയോട്ടിക് ആൻഡ് യൂകാരിയോട്ടിക് സെൽസ്, സ്ട്രക്ചർ ഓഫ് പ്രോകാരിയോട്ടിക് സെൽ, സ്ട്രക്ചർ ഓഫ് യൂകാരിയോട്ടിക് സെൽ, പ്ലാന്റ് സെൽ, ആനിമൽ സെൽ, പിന്നെ സെൽ ഓർഗനലൈസ്, ഡീറ്റെയിൽ ആയിട്ട് എല്ലാ സെൽ ഓർഗനലൈസും. അതാണ് ചാപ്റ്റർ 8നകത്ത്. ചാപ്റ്റർ 9നകത്ത് ബേസിക് ബയോമോളിക്യൂൾ ലൈക്ക് പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, ഫാറ്റ്, ന്യൂക്ലിക് ആസിഡ്, DNA, RNA, പിന്നെ എൻസൈംസ്, ടൈപ്സ് ഓഫ് എൻസൈം ആക്ഷൻ, അതെല്ലാമാണ് ചാപ്റ്റർ 9നകത്തുള്ളത്. ചാപ്റ്റർ 10 സെൽ ഡിവിഷൻ ആൻഡ് സെൽ സൈക്കിൾ, അതിൽ മൈറ്റോസിസും മിയോസിസും, ദെൻ വാട്ട് ഈസ് സെൽ സൈക്കിൾ, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽ സൈക്കിൾ. ഇതാണ് യൂണിറ്റ് 3ൽ നമുക്ക് പഠിക്കാനുള്ളത് 3 ചാപ്റ്റേഴ്സ്. ഓക്കെ, ഇനി യൂണിറ്റ് 4 വരുന്നത് പ്ലാന്റ് ഫിസിയോളജിയാണ്. പ്ലാന്റ് ഫിസിയോളജിയിലും നല്ല റിഡക്ഷൻ വന്നിട്ടുണ്ട് പുതിയ റിവൈസ്ഡ് സിലബസിനകത്ത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്. പക്ഷേ ആ ചാപ്റ്റർ 11ഉം 12ഉം നമുക്ക് റിവൈസ്ഡ് സിലബസിനകത്ത് ഇല്ല. ചാപ്റ്റർ 13ഉം 14ഉം 15ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ ചാപ്റ്റർ 13നകത്ത് പറയുന്നത് ഫോട്ടോസിന്തസിസ് ആണ്. വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ്, സൈറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്, പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്, രണ്ട് മീൻസ് ലൈറ്റ് ഫേസ്, ഡാർക്ക് ഫേസ്, അതിൽ ഡിഫറൻറ്റ് C3 സൈക്കിൾ, C4 സൈക്കിൾ, പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ്, ദെൻ ഓസ്മോസിസ്, അങ്ങനെയുള്ള കോൺസെപ്റ്റ്സ് ഒക്കെയാണ് വരുന്നത്. ഓക്കെ, ചാപ്റ്റർ 14 എന്ന് പറഞ്ഞാൽ റെസ്പിറേഷൻ, പ്ലാന്റ് റെസ്പിറേഷൻ. ഓക്കെ, അതിൽ ATP പ്രൊഡക്ഷൻ, അതാണ് ചാപ്റ്റർ 14ൽ വരുന്നത്. അതിൽ വലിയ റിഡക്ഷൻ ഒന്നുമില്ല, മുൻപുണ്ടായിരുന്ന അതുപോലെ തന്നെ ഉണ്ട് ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സിനും. പക്ഷേ 2 ചാപ്റ്റർ ഈ യൂണിറ്റിൽ ഡിലീറ്റഡ് ആണ്, ചാപ്റ്റർ 11 ആൻഡ് 12. ചാപ്റ്റർ 15 വരുമ്പോൾ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതിൽ പ്ലാന്റ് ഹോർമോൺസ്, പ്ലാന്റ് റെഗുലേറ്റർ, പ്ലാന്റ് ഹോർമോൺസ്, 5 ഹോർമോൺസിനെ പറ്റി മാത്രമേ നമുക്ക് റിവൈസ്ഡ് സിലബസിനകത്ത് പഠിക്കാനുള്ളൂ. സീഡ് ജെർമിനേഷനും ഫേസസ് ഓഫ് സീഡ് ജെർമിനേഷൻ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സീഡ് ജെർമിനേഷൻ, അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, ഓൺലി പ്ലാന്റ് ഹോർമോൺസ്, 5 പ്ലാന്റ് ഹോർമോൺസും അതിൻ്റെ ഫങ്ഷൻസും അത്ര മാത്രമേ നമുക്ക് റിവൈസ്ഡ് സിലബസിനകത്ത് പഠിക്കാനുള്ളൂ. ഒരുപാട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് യൂണിറ്റ് 4നകത്തും. ഓക്കെ, ഇനി യൂണിറ്റ് 5ലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ ഫിസിയോളജിയാണ്. ഹ്യൂമൻ ഫിസിയോളജിയിൽ ചാപ്റ്റർ 16 ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ 17, 18, 19, 20, 21 ആൻഡ് 22 റിട്ടൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ കണ്ടൻറ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ 17ൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിസോർഡേഴ്സൊക്കെ, കുറച്ച് ഒക്യുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സും മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. പ്ലസ് വാട്ട് ഈസ് റെസ്പിറേഷൻ, ബ്രീത്തിങ് പ്രോസസ്സ്, റെസ്പിറേറ്ററി സിസ്റ്റം, ഗ്യാസ് എക്സ്ചേഞ്ച്, അതുണ്ട്. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ, ദാറ്റ് മീൻസ് ബ്ലഡ് ആൻഡ് ലിംഫ് സർക്കുലേറ്ററി സിസ്റ്റം, സ്ട്രക്ചർ ഓഫ് ഹാർട്ട്, ബ്ലഡ് വെസൽസ്, പിന്നെ ECG അങ്ങനത്തെയൊക്കെ, പിന്നെ ഡിസോർഡേഴ്സ് റിലേറ്റഡ് ടു ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം. ചാപ്റ്റർ 19 എന്ന് പറഞ്ഞാൽ എക്സ്ക്രീറ്ററി സിസ്റ്റമാണ്. കിഡ്നി, സ്ട്രക്ചർ ഓഫ് കിഡ്നി, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് എക്സ്ക്രീഷൻ, 3 ഡിഫറെൻറ്റ് മെത്തേഡ്സ് പഠിക്കുന്നുണ്ട്. അമോണോടെലിസം, യൂറിയോടെലിസം ആൻഡ് യൂറിക്കോടെലിസം. ഡീറ്റെയിൽ ആയിട്ട് ഹ്യൂമൻ
ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം. പിന്നെ ഇമ്പോർട്ടൻറ്റ് മീൻസ് ഹോർമോൺസ് ലൈക്ക് എങ്ങനെയാണ് ഈ എക്സ്ക്രീറ്ററി റെഗുലേഷൻ, എക്സ്ക്രീറ്ററി പ്രോസസ് റെഗുലേഷൻ, പിന്നെ ഡിസോർഡേഴ്സ് റിലേറ്റഡ് ടു കിഡ്നി, അതിൻ്റെ ലൈക്ക് കൺട്രോൾ മെഷേഴ്സ് ലൈക്ക് ഡയാലിസിസ്, ആർട്ടിഫിഷ്യൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. അതാണ് ചാപ്റ്റർ 19 പഠിക്കാനുള്ളത്. ചാപ്റ്റർ 20 വരുമ്പോൾ ലൊക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ്. അതിനകത്ത് നമുക്ക് വാട്ട് ഈസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മസിൽസ്, മസിൽ പ്രോട്ടീൻസ് ആൻഡ് മസിൽ കൺട്രാക്ഷൻ. ആ 3 ടോപ്പിക്സ് മാത്രമേ പഠിക്കാനുള്ളൂ. ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്, എന്താ പറയുക, ദെൻ ഡിസീസസ് റിലേറ്റഡ് ടു മസ്കുലർ സിസ്റ്റം, അതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ദെൻ ചാപ്റ്റർ 21 വരുമ്പോൾ നെർവസ് കൺട്രോളാണ്. അത് ബേസിക് വാട്ട് ഈസ് നെർവ്സ്, വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് നെർവ്സ്, വാട്ട് ഈസ് നെർവസ് സിസ്റ്റം, സെൻട്രൽ ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം, ദെൻ ഹൗ നെർവ് ഇമ്പൾസസ് generated and how it is transmitted to the brain and back to the effector organs. അത് മാത്രമേ പഠിക്കാനുള്ളൂ. ബാക്കി ഇയർ, സ്ട്രക്ചർ ഓഫ് ഇയർ, ഐ, സെൻസ് ഓർഗൻസ് അതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ 22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ആണ്. ദാറ്റ് മീൻസ് നെർവസ് കൺട്രോൾ അല്ല, ഹോർമോണൽ റെഗുലേഷൻ. അതിൽ വാട്ട് ഇസ് എൻഡോക്രൈൻ സിസ്റ്റം, വാട്ട് ആർ 2 types of glands, endocrine glands, what are the hormones, endocrine and exocrine glands, what are the hormones released from them and how hormones are acting, different types of hormones. പിന്നെ കുറച്ച് ഡിസീസസ് റിലേറ്റഡ് ടു ദ അബ്നോർമൽ ഹോർമോൺ റിലീസ് ആൻഡ് ഓൾ. അത്രയും നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ. ഒക്കെ ബ്രീഫായിട്ട് ഇതിനകത്തേ വേണ്ടൂ പുതിയ റിവൈസ്ഡ് സിലബസിനകത്ത്. ഓക്കെ. സോ ഇതാണ് പുതിയ റിവൈസ്ഡ് ക്ലാസ് 11th സിലബസ് ബയോളജി. ഇനി ഇമ്പോർട്ടൻറ്റ് ബുക്സിനെ പറ്റി പറയുകയാണെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്, NCERT ക്ലാസ് 11th ബയോളജി ടെക്സ്റ്റ് ബുക്ക്. അതല്ല, അത് റെഫറൻസിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എസ് ചന്ദ് ക്ലാസ് 11th ബയോളജി നല്ല ബുക്കാണ്. നല്ല എന്താ ഈസി വേയിൽ നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത ഒരു ബുക്കാണ്. ഭയങ്കര ഈസി എക്സ്പ്ലനേഷനാണ്, നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള എക്സ്പ്ലനേഷനാണ് എസ് ചന്ദിൽ. കൺവീനിയൻറ്റ് യൂസ് ആണ്, നല്ല പിക്ചേഴ്സും ഡയഗ്രാംസും ഫ്ലോ ചാർട്ടൊക്കെ ആയ കാരണം ഓൾസോ MCQസും ഉണ്ട് ഈ ബുക്കിനകത്ത്. വളരെ നല്ല ബുക്കാണ്. പിന്നെ മോഡേൺസ് ABC ബയോളജി, അതും എസ് ചന്ദ് പോലെ തന്നെ നല്ലൊരു ബുക്കാണ്. പിന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ബുക്കാണ് ഒസ്വാൾ ബുക്സിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക്. ഓക്കെ. സോ ഈ 3 റെഫറൻസ് ബുക്സും പ്ലസ് മെയിനായിട്ട് ദ ടെക്സ്റ്റ് ബുക്കും NCERTയുടെ, ഇതാണ് ഇമ്പോർട്ടൻറ്റ് ബുക്സും. ഇത് മതി നന്നായിട്ട് പഠിക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഫസ്റ്റ് പോർഷനിൽ, അതായത് ക്ലാസിഫിക്കേഷൻ, ഈ ചാപ്റ്റർ 2 അതിൻ്റെ വീഡിയോസ് ഓൾറെഡി ഫുൾ ക്ലാസിഫിക്കേഷൻ ചാപ്റ്റർ 2, ചാപ്റ്റർ 3, ചാപ്റ്റർ 4 അത് ഫുൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡഡ് ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പം അതും കൂടെ ചെക്ക് ചെയ്യുക പഠിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.